നമസ്കാരം. ഞാൻ അമലക്ഷി. സിനിമ പഠിക്കണമെന്നും അതിന്റെ ഭാഗമാകണമെന്നും ആഗ്രഹമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയ യൂട്യൂബ് വീഡിയോ സീരീസിലെ 6ാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എങ്ങനെയാണ് നല്ലൊരു കഥ എഴുതേണ്ടത്, പിന്നീട് ആ ഒരു കഥയെ എങ്ങനെയാണ് തിരക്കഥയാക്കേണ്ടത്, ലീനിയർ സ്ട്രക്ചറിൽ എങ്ങനെയാണ് തിരക്കഥ എഴുതേണ്ടത്, അതിന്റെ ഫോർമാറ്റ് എന്താണ് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഒരു തിരക്കഥയ്ക്ക് വേണ്ടിയിട്ട് സീനുകൾ ഡിവൈഡ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതായത് തിരക്കഥ എഴുതുന്ന സമയത്ത് പല തുടക്കക്കാർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ഡൗട്ടാണിത്. ഈവൻ ഞാൻ പോലും തിരക്കഥ എഴുതി തുടങ്ങിയ സമയത്ത് എനിക്കുണ്ടായിരുന്ന വലിയൊരു ഡൗട്ടാണ്. എവിടെയാണ് ഒരു സീൻ തുടങ്ങേണ്ടത്? എവിടെയാണ് ഒരു സീൻ തീരേണ്ടത്? തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിനൊപ്പം തന്നെ നിങ്ങളൊരു സോങ്ങിന് വേണ്ടിയിട്ട് തിരക്കഥ എഴുതുകയാണെങ്കിൽ അതെങ്ങനെയാണ് എഴുതേണ്ടതെന്നും വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഒരു തിരക്കഥയ്ക്ക് പ്രോപ്പറായിട്ട് സീൻ ഡിവൈഡ് ചെയ്ത് എഴുതേണ്ടത്? ഇത് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു സിറ്റുവേഷൻ പറയാം. ആ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തന്നെ പറയണം ആ ഒരു സിറ്റുവേഷനുള്ളിൽ എത്ര സീൻ ഉണ്ടെന്ന്. ആരെല്ലാം കറക്റ്റായിട്ട് പറയുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സിറ്റുവേഷൻ ഇതാണ്. ഒരു കാർ ഒരു വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നു. കാറിൽ നിന്ന് ഇറങ്ങിയ നമ്മുടെ കഥാനായകൻ ആ ഒരു മുറ്റത്ത് തന്നെ നിന്നിരുന്ന അദ്ദേഹത്തിന്റെ അച്ഛനുമായിട്ട് കുറേ നേരം സംസാരിക്കുന്നു. സംസാരിച്ചതിന് ശേഷം ആ ഒരു നായകൻ വീടിനുള്ളിലേക്ക് കയറുന്നു. വീടിനുള്ളിലേക്ക് കയറിയ സമയത്ത് ഹാളിൽ തന്നെ അമ്മ ഇരുന്ന് ടി വി കാണുന്നുണ്ട്. ആ ഒരു നായകൻ അമ്മയോട് എന്തെല്ലാമോ സംസാരിക്കുന്നു. അതിനുശേഷം ബെഡ്റൂമിലേക്ക് പോയ നായകൻ അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ ഇരിക്കുന്നുണ്ട്. ഭാര്യയോട് എന്തെല്ലാമോ സംസാരിക്കുന്നു. അതിനുശേഷം ഇത്തരത്തിൽ നമ്മുടെ നായകൻ ടവലും ഒക്കെ എടുത്തിട്ട് കുളിക്കാനായിട്ട് ബാത്റൂമിനുള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. പെട്ടെന്ന് കയ്യിൽ ഫോൺ റിങ് ചെയ്യുകയാണ്. ആ ഒരു സമയത്ത് ബാത്റൂമിനുള്ളിൽ വെച്ച് തന്നെ നായകൻ ആ ഒരു ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്ക്രിപ്റ്റിൽ എഴുതുന്ന സമയത്ത് ഇതിൽ മൊത്തം എത്ര സീനുണ്ട്? വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ തിരക്കഥ പുതിയതായിട്ട് എഴുതാൻ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ 2 സീനുകൾ മാത്രമേ കൂടുതലായിട്ടും എഴുതാൻ സാധ്യതയുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഔട്ട്ഡോർ വീടിന് പുറത്തുള്ള ആ ഒരു വാഹനം നിർത്തി അച്ഛനോട് സംസാരിക്കുന്നതും അതിനുശേഷം മറ്റൊരു സീനിൽ ഇത്തരത്തിൽ വീടിനുള്ളിലെ എല്ലാ കാര്യങ്ങളും എഴുതാറുണ്ട്. എന്നാൽ നിങ്ങൾ പ്രൊഫഷണലായിട്ട് തിരക്കഥ എഴുതുകയാണെങ്കിൽ ഇവിടെ 4 സീനുകളാണുള്ളത്. അത് ഏതെല്ലാമാണെന്ന് സീൻ ഹെഡിങ് സഹിതം ഞാനിപ്പോൾ പറഞ്ഞു തരാം. സീൻ 1 എക്സ്റ്റീരിയർ വീടിന്റെ മുറ്റം പകൽ. അപ്പം ഇതാണ് ഒന്നാമത്തെ സീൻ. ആ ഒരു സീനിൽ അച്ഛനുമായിട്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നു. സീൻ 2 ഇന്റീരിയർ ഹാള് ഡേ അമ്മയായിട്ടുള്ള കോൺവെർസേഷനും മറ്റു കാര്യങ്ങളും അവിടെ നടക്കുന്നു. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ സീൻ 3 ഇന്റീരിയർ ബെഡ്റൂം അവിടെ വൈഫുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻ നടക്കുന്നു. സീൻ 4 ഇന്റീരിയർ ബാത്റൂം അവിടെ ഇത്തരത്തിൽ മൊബൈൽ ഫോണിൽ സംഭാഷണം നടക്കുന്നു. ഇപ്പം നിങ്ങളിൽ തുടക്കക്കാരായിട്ടുള്ള പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, തിരക്കഥ എഴുതുന്ന സമയത്ത് ഇതിന് 2 സീനായിട്ട് എഴുതിയാൽ പോരെ, വീടിനകത്തുള്ള എല്ലാത്തിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒറ്റ സീനായിട്ട് എഴുതിയാൽ പോരെ എന്ന്. അങ്ങനെ എഴുതുമ്പോഴാണ് ഷൂട്ടിങ്ങിന് അത് ബുദ്ധിമുട്ടാകുന്നത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് എങ്ങനെയാണ് സീനുകൾ ഡിവൈഡ് ചെയ്യുന്നതെന്നാണ്. അതിന്റെ ബേസിക് റൂൾ എന്താണെന്നാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ഒരു ടെക്നിക്ക് പറഞ്ഞു തരാം. അതായത് ഒരു സീൻ എന്ന് പറയുന്നത് എവിടെയാണോ ലൈറ്റപ്പ് സെറ്റ് ചെയ്യുന്നത് അതിനെ നിങ്ങൾക്ക് ഒരു സീനായിട്ട് കാണാവുന്നതാണ്. അതായത് ഈ ഒരു കേസിലേക്ക് പറയുകയാണെങ്കിൽ ആ ഒരു വാഹനം വന്ന് നിന്നിട്ട് ആ ഒരു മുറ്റത്തുള്ള സീനില്ലേ, ആ മുറ്റത്തുള്ള ഒരു സീനിന് വേണ്ടിയിട്ട് അവിടെ ഒരു ലൈറ്റ് സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ലൈറ്റ് സെറ്റപ്പ് ചെയ്തതിന് ശേഷമായിരിക്കും പല ഷോട്ടുകൾ എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ആ ഒരു സീന് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷമുള്ള അടുത്ത സീൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഹാളിലാണ്. അപ്പോൾ അവിടെ വെച്ചിരുന്ന ആ ഒരു ലൈറ്റ് എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഹാളിൽ ലൈറ്റിങ്ങും സെറ്റപ്പും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ആ ഒരു ഹാളിലെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ആ ഒരു സീൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവിടുത്തെ ലൈറ്റും കാര്യങ്ങളും എല്ലാം എടുത്തു കൊണ്ടുപോയി ബെഡ്റൂമിൽ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ആ ഒരു ബെഡ്റൂമിലെ കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ വീണ്ടും ആ ഒരു ലൈറ്റ് ഇളക്കി മാറ്റിയിട്ട് ബാത്റൂമിൽ കൊണ്ടുവെക്കേണ്ടതുണ്ട്. അതിനുശേഷം അവിടുത്തെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ 4 ഇടത്തായിട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എവിടെയെല്ലാമാണോ ലൊക്കേഷൻ മാറുന്നത് അവിടെയെല്ലാം തന്നെ ഇത്തരത്തിൽ ലൈറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ലൊക്കേഷൻ മാറുന്ന സമയത്ത് അതിനെല്ലാം ഓരോ സീൻ ആക്കുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യാനും അത് എളുപ്പമായിരിക്കും, വായിക്കുന്ന ഒരു വ്യക്തിക്കും അത് എളുപ്പമായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ 4 സീൻ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെ കുറച്ചുകൂടി ഈസി ആക്കാൻ, എളുപ്പമാക്കാനായിട്ട് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു തരാം. അതായത് ഈ പറഞ്ഞ 4 സീനുകളും ഒരേ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണല്ലേ. അതായത് ആ ഒരു നായകൻ വന്നിട്ട് കാറിൽ ഇറങ്ങിയിട്ട് മുറ്റത്ത് നിന്ന് സംസാരിക്കുന്നു, അതിനുശേഷം വീടിനുള്ളിലേക്ക് കയറുന്നു. ഇതെല്ലാം തന്നെ ഒരേ സമയത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്. ഈ ഒരു സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള കണ്ടിന്യൂറ്റി വേണം. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇതിനെല്ലാം കൂടെ ഒരൊറ്റ സെറ്റ് ഓഫ് സീനായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതായത് പറയുകയാണെങ്കിൽ ആദ്യം ഒരു സീൻ എഴുതിയിട്ട് അതിനുശേഷം ബാക്കി സീനുകളെല്ലാം തന്നെ ഇത്തരത്തിൽ സബ് സീനായിട്ട് എഴുതാവുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ആ ഒരു മുറ്റത്ത് തുടങ്ങുന്ന ആ ഒരു സീനില്ലേ, ആ ഒരു സീനിന്റെ നമ്പർ എന്ന് പറയുന്നത് 21 ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഹാളിലെ സീൻ, അമ്മയായിട്ട് ഹാളിൽ വെച്ചുള്ള ഒരു സീനില്ലേ, ആ ഒരു സീൻ എന്ന് പറയുന്നത് നിങ്ങൾ 22 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾക്ക് 21 എ എന്ന് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ബെഡ്റൂമിലേക്ക് പോയിട്ട് വൈഫുമായിട്ടുള്ള ഒരു സീൻ വരുന്ന സമയത്ത് ഇത്തരത്തിൽ അതിനെ 21 ബി എന്ന് എഴുതാവുന്നതാണ്. അതിനുശേഷം ബാത്റൂമിലേക്ക് പോകുന്ന ആ ഒരു സീനില്ലേ, അതിനെ നിങ്ങൾക്ക് ഇത്തരത്തിൽ 23 സി എന്ന് എഴുതാവുന്നതാണ്. അപ്പോൾ ഇവിടേക്ക് നോക്കുന്ന സമയത്ത് 21ാമത്തെ സീൻ്റെ ആ ഒരു സബ് സീനായിട്ട് ബാക്കി എല്ലാം തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ഒരു സീൻ എടുത്തുകൊണ്ട് അതിന്റെ സബ് സീൻ എല്ലാം തന്നെ ഒറ്റ സ്ട്രെച്ചിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഷൂട്ട് ചെയ്യുന്നതിന് എളുപ്പമാക്കുന്നതാണ്.
അപ്പോൾ ഒരു തിരക്കഥയിൽ എങ്ങനെയാണ് സീനുകളും സബ് സീനുകളും ഡിവൈഡ് ചെയ്ത് എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഒരു പാട്ടുണ്ടെങ്കിൽ ആ ഒരു പാട്ടിനനുസരിച്ചുള്ള തിരക്കഥ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സിനിമയ്ക്ക് എന്തിനാണ് പാട്ട്? വെറുതെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് വെറുതെ ഒരു പാട്ട് കൊടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആളുകൾക്ക് അരോചകം ഉണ്ടാക്കുന്നതായിരിക്കും. ശരിക്കും പാട്ടെന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഫീലിംഗ് ജനങ്ങളുടെ മനസ്സിലേക്ക് ശക്തമായി അടിച്ചേൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്താണ് അവിടെ നമ്മൾ പാട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു റൈറ്ററിനെ സംബന്ധിച്ചോളം 2 തരത്തിലാണ് ഒരു സോങ് വരുന്നത്. അതായത് ഒന്നെന്ന് പറയുന്നത് വെറുതെ ഒരു സോങ് ഇല്ലേ? ഒരു നായകനും നായികയും കുറേ ആളുകളെല്ലാം കൂടെ ആടിപ്പാടുന്ന ആ ഒരു എന്റർടൈൻമെന്റ് കാണിക്കുന്ന ഒരു സോങ്. ആ ഒരു സമയത്ത് നിങ്ങൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ എഴുതേണ്ടതില്ല. ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് സോങ് എന്നുള്ള കാര്യം മാത്രം അവിടെ മെൻഷൻ ചെയ്താൽ മതി. കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും കൊറിയോഗ്രാഫറും ഡയറക്ടറും ഒക്കെ തന്നെ നോക്കിക്കോളും. എന്നാൽ ഒരു റൈറ്റർ ശ്രദ്ധിക്കേണ്ടത് ഒരു സിറ്റുവേഷൻ സോങ് ആണ് സംഭവിക്കുന്നതെങ്കിൽ അവിടെ എന്തെല്ലാമാണ് ആ ഒരു സോങ്ങിൽ നടക്കുന്ന സിറ്റുവേഷൻസ് എന്നുള്ള കാര്യം റൈറ്റർ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കേണ്ടതുണ്ട്. സിറ്റുവേഷൻ സോങ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാനായിട്ട് ഇത്തരത്തിൽ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടല്ലേ, ആ ഒരു സിനിമയിൽ എൻ്റെ കൽബിലെ വെണ്ണിലാവ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ ഒരു പാട്ടെന്ന് പറയുന്നത് വെറും ഒരു പാട്ട് മാത്രമല്ല, അവിടെ കുറേ സിറ്റുവേഷൻസ് ആ ഒരു പാട്ടിൻ്റെ കൂടെ ഇത്തരത്തിൽ എഴുത്തുകാരൻ അല്ലെങ്കിൽ സംവിധായകൻ കാണിച്ചു തരുന്നുണ്ട്. അതായത് ആ ഒരു പാട്ട് നടക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ സുഗു എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം പോയിട്ട് ആ ഒരു കാസറ്റ് മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള കഥാപാത്രങ്ങളുടെയൊക്കെ കുറേ സീൻസുകൾ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സീൻ ആ ഒരു പാട്ട് നടക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണോ നടക്കുന്നത് അതിനെ സീൻ ബൈ സീനായിട്ട് നിങ്ങൾ എഴുതി വെക്കേണ്ടതുണ്ട്. അതിനെയാണ് സിറ്റുവേഷൻ സോങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് എഴുതി വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. നിങ്ങൾ എങ്ങനെയാണോ തിരക്കഥ എഴുതുന്നത് അതേ ഫോർമാറ്റിൽ തന്നെ ഇത് എഴുതിയാൽ മതി. എന്നാൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. അതായത് പറയുകയാണെങ്കിൽ സീൻ നമ്പർ 20 ഈ ഒരു പാട്ട് തുടങ്ങുന്നതെങ്കിൽ സീൻ നമ്പർ 20 എന്ന് എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത്തരത്തിൽ നേരെ വന്നിട്ട് ആ ഒരു സുഗുവിൻ്റെ കാർ വന്ന് ഇത്തരത്തിൽ ആ ഒരു കോളേജിന് മുമ്പിൽ നിൽക്കുന്നു. അതിൽ നിന്ന് സുഗു ഇറങ്ങുന്നു. അവരിങ്ങനെ നടന്നു വരുന്നു. ഇത്തരത്തിൽ റസിയുമായിട്ട് കൂട്ടിയിടിക്കുന്നു. അവിടെ ഒരു സംഭാഷണം ഉണ്ടാകുന്നു. അത്രയും കഴിഞ്ഞു. അതിനുശേഷം ആ ഒരു 20ന്റെ സബ് സീൻ, സീൻ നമ്പർ 20A സബ് സീൻ എന്ന് എഴുതിയിട്ട് വീണ്ടും താഴേക്ക് പോയിട്ട് ഇത്തരത്തിൽ ആ ഒരു ഹാളിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നോ അതിനുശേഷം വീണ്ടും ഇത്തരത്തിൽ സീൻ നമ്പർ 20B എന്ന് എഴുതിയിട്ട് ആ ഒരു മേക്കപ്പ് റൂമിലേക്ക് ചെന്നിട്ട് കാസറ്റ് മാറ്റി വെക്കുന്ന സീൻ, അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു സീൻ നമ്പർ എഴുതിയിട്ട് അതിന് താഴേക്ക് ഇത്തരത്തിൽ സബ് സീൻ എഴുതി പോകാവുന്നതാണ്. അങ്ങനെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പാട്ടിൻ്റെ തിരക്കഥ എഴുതാൻ പറ്റുന്നതുമാണ്. അപ്പോൾ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ തിരക്കഥയെ സംബന്ധിച്ചുള്ള മാക്സിമം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഉള്ളൊരു ടാലൻ്റ് ഇല്ലേ, ആ ഒരു ടാലൻറ്റിനെ കൂടുതൽ ബെറ്റർ ആക്കാനും അത് ഉപയോഗിച്ചുകൊണ്ട് മുന്നിലേക്ക് നല്ല നല്ല തിരക്കഥകൾ എഴുതാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ തിരക്കഥയായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് തന്നെ ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിലും താഴെ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ കയറിയിട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം എനിക്ക് തിരക്കഥയെ പറ്റി അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇത്ര കാലം കൊണ്ട് പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെയാണ് നിങ്ങൾക്ക് ഈ സീരീസിലൂടെ പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചത്. അപ്പം ഇനിയും ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ താഴെ കമൻറ്റ് ചെയ്ത് പറയാവുന്നതാണ്. അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് പറയാവുന്നതാണ്. ആ വിട്ടുപോയ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ മറ്റൊരു വീഡിയോയിലായിട്ട് ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ മുന്നിലേക്ക് സ്റ്റോറി ബോർഡിൻ്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫിയുടെയും ഡയറക്ഷൻ്റെ എല്ലാ ക്ലാസ്സുകളും മുന്നിലേക്ക് ശക്തമായിട്ട് തന്നെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാമാണ് കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളതെന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം വീഡിയോസ് മുന്നിലേക്ക് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.